എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലാണ്, ലൈജുൻ്റെ വീട്ടിലാണ്. ഇന്നിപ്പോൾ ഒരു ഈസ്റ്ററൊക്കെ ആയിട്ട് ഇവിടെ എന്താ ഫുഡൊക്കെ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ മീനൂട്ടിയൊക്കെ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഇവർ വെച്ചിട്ട് ഒരു ചെറിയൊരു വീഡിയോ കൂടെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. റെഡിയാണോ ചെറിയൊരു വീഡിയോ അയക്കുക? ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്യാവുന്നൊരു മെത്തേഡ്. ഏത് കയ്യിൽ കൊക്കോക്കോ കളിച്ചിട്ടുണ്ടോ ചെറുപ്പത്തിൽ? എങ്ങനെയത്? ഏത് കയ്യിലാണെന്നുള്ളത് നമുക്കിപ്പോൾ ആ ഗെയിമിൽ നിന്ന് കളിച്ചാലോ? റെഡിയാണോ? എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനം കയ്യിലുണ്ടോ? എന്തെങ്കിലും മോതിരോ എന്തെങ്കിലും? ഒന്നുമില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാതെ എൻ്റെ റിങ് ഇത് കൈ പിടിച്ചു. ലൈജും കൂടെ ഇതിൽ പങ്കെടുക്കണം. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ കാണാതെ ഈ ഒരു റിങ് നിങ്ങൾ ആരെങ്കിലും ഒരു കയ്യിൽ ഒളിപ്പിക്കുക. നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ നിങ്ങളൊന്ന് ഒളിപ്പിക്കുക. എനിക്കത് ആരുടെ കയ്യിലാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ ഇപ്പുറത്തേക്ക് തിരിഞ്ഞേക്കാം. ഞാൻ കാണാതെ നിങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ട് അത് ആരെങ്കിലും ഒരാളെന്ന് കയ്യിലേക്കൊന്ന് ഒളിപ്പിക്കാവോ? ഒളിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ റിങ് ഇവരുടെ ഒരാളുടെ കയ്യിലുണ്ട്. ആരുടെ കയ്യിലാണെന്ന് എനിക്കറിയില്ല. അത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാനൊന്ന് ട്രൈ ചെയ്യണത്. നേരെ നിൽക്കാവോ? രണ്ടുപേരും നേരെ നിൽക്കാവോ? ക്യാമറ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇപ്പോൾ റിങ് നിങ്ങളുടെ ഒരാളുടെ കയ്യിലുണ്ട്. അത് ആരുടെ കയ്യിലാണെന്ന് എനിക്കറിയില്ല. പണ്ട് നമ്മൾ ഏത് കയ്യിൽ കൊക്കോ കളിക്കുമ്പോൾ അതൊരു കറക്കിക്കുത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ മെൻ്റലിസം വന്നപ്പോൾ അത് കുറേ കൂടെ ആക്യുറേറ്റായി. നമുക്ക് കുറേ കൂടെ ആക്യുറേറ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരു പരിധി വരെ ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. ഞാനൊന്ന് ട്രൈ ചെയ്യാം. രണ്ടുപേരും രണ്ട് കൈകളൊന്ന് നീട്ടി പിടിക്കാവോ? രണ്ടുപേരും രണ്ട് കൈകളൊന്ന് നീട്ടി പിടിക്കുക. കുറച്ചാകുന്ന നിന്നോ. രണ്ടുപേരും ഇങ്ങനെ നിന്നോ. ആരുടെ കയ്യിലാണെന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കാം. നിങ്ങൾ എൻ്റെ കണ്ണിലേക്ക് മാത്രം നോക്കുക. എൻ്റെ കണ്ണിലേക്ക് മാത്രം നോക്കുക. എൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ച് നോക്കുക. എൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ച് നോക്കുക. എൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ച് നോക്കുക. നിങ്ങളൊരാളുടെ കയ്യിൽ മോതിരമുണ്ട്. ഒരു കാര്യം ചെയ്യാവോ? ആരുടെ കയ്യിലാണോ മോതിരം ഉള്ളത് ആ മോതിരം നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നൊന്ന് സങ്കല്പിക്കാവോ? ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മോതിരം ഇല്ല എന്ന് മനസ്സിൽ സങ്കല്പിക്കുന്നുണ്ടല്ലേ? ലൈജു മാറിയോ? മീനൂട്ടിയുടെ കയ്യിൽ മോതിരം ഉണ്ടോ? പക്ഷേ അത് ഏത് കയ്യിലാണെന്ന് എനിക്കറിയില്ല അല്ലേ? ഒരു കാര്യം ചെയ്യൂ, ആ രണ്ട് കൈ കൂടെ ഒന്ന് ക്രോസായിട്ട് എങ്ങനെ പിടിക്കാവോ? ഇപ്പോൾ മീനൂട്ടിയുടെ ഒരു കയ്യിൽ മോതിരം ഉണ്ട്, റൈറ്റ്? ഏത് കയ്യിലാണെന്ന് എനിക്കറിയില്ല. കൈ നേരെ പിടിച്ചു. മീനൂട്ടിയുടെ വലത് കയ്യിലാണ് മോതിരം. യെസ്, വലത് കൈ തന്നെയാണ്. ശരിക്കും ഇത് നമ്മുടെ പോലീസുകാരൊക്കെ ഒന്ന് പഠിക്കുവാണെങ്കിൽ വളരെ നല്ലതാട്ടോ. നമുക്കൊരാളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസും ബോഡി ലാംഗ്വേജൊക്കെ വെച്ചിട്ട് ഒരാളുടെ മനസ്സിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ പോലീസുകാരൊക്കെ ഒന്ന് പഠിക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ? ഒന്നും കൂടെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. എന്നാ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് മാറി ഒന്ന് സ്വിച്ച് ചെയ്തു. കഴിഞ്ഞോ? നേരെ അടുത്തോ. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരാളുടെ കയ്യിൽ മോതിരമുണ്ട്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും എന്നെ ചലഞ്ച് ചെയ്യണം എന്ന് കരുതിക്കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും നിന്ന് ട്രൈ ചെയ്യാം. ഒന്ന് കൈ നേരെ നീട്ടി പിടിക്കുക. രണ്ടുപേരും കൈകൾ നീട്ടി പിടിക്കുക. കൈകൾ നേരെ പിടിക്കുക. മീനൂട്ടിയുടെ കൈ തന്നെയാണ് മോതിരം അല്ലേ? ശരിയാണോ? ഒന്ന് കാണിച്ച്. ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.